എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സിന്ധു. ഔഷധ സസ്യങ്ങൾ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ വളരുന്ന ചെറുതും വലുതുമായ എല്ലാ സസ്യങ്ങളും ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഔഷധങ്ങൾ നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്നു. അത്തരം സസ്യങ്ങളെയാണ് നമ്മൾ പൊതുവെ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഓരോ ഔഷധ സസ്യത്തിനും അതിൻ്റെതായ ഔഷധയോഗ്യ ഭാഗം ഉണ്ടാവും, അതായത് മെഡിസിനൽ പാർട്ട് ഉണ്ടാവും. അത് വേരാകാം, വേരിന്മേൽ തൊലിയാവാം, തണ്ടാവാം, ഇലകളാകാം, പൂക്കളാവാം, വിത്തുകളാവാം. അതുപോലെ ജഗത്യേവം അനൌഷധം ന കിഞ്ചിത് വിദ്യേദ്രവ്യം എന്നാണ് ആയുർവേദ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഔഷധമല്ലാത്ത ഒരു സസ്യവും ഇല്ല തന്നെ. ആയുർവേദം എന്ന ചികിത്സാശാസ്ത്രം നിലനിൽക്കുന്നത് തന്നെ ഔഷധ സസ്യങ്ങളിലൂടെയാണ്. ദശപുഷ്പങ്ങൾക്ക് പുറമെ തുളസി, ചെമ്പരത്തി, പനിക്കൂർക്ക, കറ്റാർവാഴ, ഇഞ്ചി, മഞ്ഞൾ, പുളിയാറൽ, ആര്യവേപ്പ്, ചിറ്റാമൃത എന്നിവ അവയിൽ ചിലതു മാത്രം. തുളസി, അതായത് ഹോളി ബേസിൽ എന്ന് അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം ഒസിമം സാങ്ക്ടം എന്നാണ്. ലാമിനേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണിത്. തുളസി എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ സാധിക്കാത്തവൾ എന്നാണ്. ക്യൂൻ ഓഫ് ഹെർബ്സ് എന്നാണ് തുളസിയെ പറയുന്നത്. അതായത് ഔഷധങ്ങളുടെ ഒരു രാജ്ഞിയാണ് തുളസി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടോ? അവിടെ ആയുർവേദം ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത്രയധികം രോഗപ്രതിരോധ ശേഷിക്ക് വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് തുളസി. ഇതിൽ കടു തിക്ത കഷായമാണ് ഇതിന്റെ രസം. കടുവാണ് ഇതിന്റെ വിഭാഗം. അപ്പൊ ആമപാചനത്തിനൊക്കെ വളരെ അത്യുത്തമമാണിത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു തുളസിത്തറ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആന്റി മൈക്രോബിയൽ ആയിട്ടൊരു പ്രക്രിയ അവിടെ നടക്കും. തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി അലർജിക് ആണ്, ആന്റി പൈററ്റിക് ആണ്, ആന്റി ആസ്മാറ്റിക് ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി അലർജിക് ആണ്. ഇപ്പൊ നമ്മള് തുളസി തറയിൽ മെഡിസിനൽ പാർട്ടായിട്ട് ഇലയും വേരുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു തുളസി തറ ഉണ്ടെങ്കിൽ തന്നെ അതിൽ തഴുകി വരുന്നതായ ആ കിഴക്കൻ കാറ്റ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു അണുനാശകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതുപോലെ അതിന്റെ ആന്റി പൈററ്റിക് ഇഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ജ്വരോ രോഗപതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പനി ഓരോ രോഗങ്ങളുടെയും സിംറ്റമായിട്ടാണ്, പല രോഗങ്ങളുടെയും സിംറ്റമാണ് പനി. അപ്പോൾ വേറെ മറ്റ് കോസേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ നവജ്വരത്തിലൊക്കെ തുളസിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത്, തുളസിയുടെ ഇല വെറുതെ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളം ഓരോ മണിക്കൂർ കൂടി ഇടവിട്ട് കുടിക്കുന്നത് തന്നെ പനി പമ്പ കിടക്കും. അതിന് അത്രയും ആന്റി പൈററ്റിക് ഇഫക്റ്റ് ഉണ്ട്, ആന്റിബയോട്ടിക് ഇഫക്റ്റ് ഉണ്ട് തുളസിക്ക് ധാരാളം. അതിൽ സിങ്കും വൈറ്റമിൻ സിയും അടങ്ങിയ കാരണം വളരെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ അത്യുത്തമമാണ്. പിന്നെ ഇപ്പൊ മഴക്കാലമാകുമ്പോൾ എപ്പോഴും തുമ്മലും ചീറ്റലും കൊണ്ട് എല്ലാവർക്കും പൊറുതുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തുളസി നമ്മൾ ചൂർണ്ണ നസ്യമായിട്ട് ഉപയോഗിക്കാം. അതായത് തുളസി രണ്ട് തരത്തിലുണ്ട്, കൃഷ്ണ തുളസി, രാമ തുളസി. അതിൽ കറുത്ത ഇലകളുള്ളതാണ് കൃഷ്ണ തുളസി. അതാണ് നമ്മൾ ഔഷധ നിർമ്മാണത്തിന് എടുക്കുക. രാമ തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂജാതി കർമ്മങ്ങൾക്കാണ് യൂസ് ചെയ്യുക. അതിൽ യൂജനോൾ എന്ന് പറഞ്ഞൊരു കെമിക്കൽ കോൺസ്റ്റന്റ് ഉണ്ട് തുളസിയിൽ. അപ്പൊ ഈ തുളസിയുടെ ഇല നന്നായി നിഴലിൽ ഉണക്കി പൊടിച്ച് നൈസായി പൊടിച്ചിട്ട് തുണിയിലൂടെ അരിച്ചെടുത്ത് ശീലപ്പൊടിയാക്കി എടുത്തത് ഒരു നുള്ള് നമ്മൾ മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നത് ഈ ശിരാശ്രിതമായ കഫക്കെട്ടുകൾക്കൊക്കെയും വളരെ നല്ലതാണ്. അതുപോലെ ആന്റി അലർജിക് ആയിട്ട് അതിൻ്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ ഈ പ്രാണികൾ കടിച്ച ഭാഗത്തുണ്ടാവുന്ന വേദനയും നീരൊക്കെ പോവാനായിട്ട് തുളസിയുടെ ഇലയും പച്ചമഞ്ഞളും പുരട്ടുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇൻഹലേഷൻ, സ്റ്റീം ഇൻഹലേഷൻ ഒക്കെ വളരെ നല്ലതാണ്. തുളസിയും പനിക്കൂർക്കയുടെ ഇലയും ഒരു ഹാൻഡ്ഫുൾ, ഒരു പിടി ഇട്ടിട്ട് നമ്മൾ അതിന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കുന്നത് വളരെയധികം ഉത്തമമാണ് കഫക്കെട്ടിന്.